ഹായ് നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സ്യൂഡോമോണസിന്റെ ഒരു ഉപയോഗം വിത്തുകൾ നമ്മൾ പാകുന്നതിന് മുമ്പ് സ്യൂഡോമോണസിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ചെറിയ ചാനലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയൊരു സംഭവം വിത്തുകൾ കുറച്ച് പയർ നിൽക്കുന്നുണ്ടായിരുന്നു, 3 തട ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം കുഴപ്പമില്ല, ഇത് അത്യാവശ്യം കുഴപ്പമില്ല. ബാക്കി 2 എനിക്ക് അത്ര രസമായിട്ട് തോന്നി. അപ്പോൾ അതൊന്ന് മാറ്റണം. ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് ഇവിടെ കന്യൂങ്കൽ ഒരു അഗ്രികൾച്ചർ റിസർച്ച് സെൻ്റർ, കരിമ്പ് ഗവേഷണ കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ അത്യാവശ്യം പച്ചക്കറി വിത്തുകൾ വാങ്ങിക്കാൻ ഒരു പാക്കറ്റിന് 10 രൂപയാണ്. ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല, പയർ, വെണ്ട, പാവൽ, ഇതുപോലെയുള്ള കാര്യങ്ങൾ കിട്ടും. അതുപോലെ തന്നെ അവിടെ തൈകളും പച്ചക്കറി തൈകൾ ചെറിയ അളവിൽ, ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. പടവലും പച്ചമുളകും കോളിഫ്ലവർ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അതാണ് അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, തിരുവല്ല. ഇത് നമ്മൾ തിരുവല്ലയിൽ നിന്ന് വരുമ്പോൾ ശ്രീവല്ലഭ അമ്പലത്തിൻ്റെ അവിടുന്ന് എരമല്ലിക്കരിക്ക് പോകുന്നൊരു വഴിയുണ്ട്. കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം, നല്ല അപ്പുറം ഇപ്പുറം വിശാലമായിട്ട് ഇവിടെ തന്നെ ഫാമും ഒക്കെ ആയിട്ട് ഇതുപോലെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കും. ഇതാണ് സ്യൂഡോമോണസിന്റെ പാക്കറ്റ്. 1 കിലോ 75 രൂപയാണ്. ഇവിടെ ലോക്കലി 1/2 കിലോയ്ക്ക് 80 രൂപയാണ്, 60 രൂപ 70 രൂപയൊക്കെയാണ്. അവിടെ 1 കിലോയ്ക്ക് 75 രൂപ. അപ്പോൾ ഇതിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡേറ്റ് ഓഫ് എക്സ്പയറി ആണ്. ആ എക്സ്പയറി നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് 11 കഴിഞ്ഞ നവംബറിലാണ് ഇത് അവർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. 5 മാസമാണ് ഇതിൻ്റെ എക്സ്പയറി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാർച്ച് വരെ നമുക്ക് ഉപയോഗിക്കാം. ഇത് കറക്റ്റ് ടൈമിലാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ അതിൽ വളരെ വിശദമായിട്ട് അതിൻ്റെ ഉപയോഗക്രമങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഞാൻ വാങ്ങിച്ച പയറിൻ്റെ വിത്തുകൾ. ഒരു 10-12 വിത്തുകളുണ്ട്. നല്ല സൂപ്പർ വിത്തുകളാണ് കേട്ടോ. ഇനി നമുക്ക് ഈ വിത്തുകൾ ഒന്ന് പാകുന്ന മുമ്പ് സ്യൂഡോമോണാസ് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഒരു ചിരട്ട എടുക്കും. ഞാൻ പിന്നീട് വോയിസ് ഓവർ എഡിറ്റ് ചെയ്യണം, അതിനാണ് അതിൻ്റെ ഒരു കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടാണ് വരുന്നത്. നമ്മൾ ഈ സ്യൂഡോമോണസിൻ്റെ ഒരു ഉപയോഗക്രമം എന്ന് പറയുന്നത്, അനുപാതം എന്ന് പറയുന്നത് 2%. 2%, അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം. നമ്മൾ ഈ ഒരു വിത്തുകൾ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയൊന്നും ആവശ്യമില്ല, കുറച്ചെടുത്താൽ മതി. ഈ പറഞ്ഞ പോലെ ആ ചിരട്ടയിലേക്ക് ഞാൻ വിത്തുകൾ അതിന് മേളിൽ കുറച്ച് സ്യൂഡോമോണസ് ഒക്കെ ഉണ്ട്. ശരിക്കും ഈ വെളുത്ത് കാണുന്ന ചോക്ക് പൊടിയാണ് കേട്ടോ. അതിനുള്ളിലാണ് ഇത് കൾച്ചർ ചെയ്തിരിക്കുന്നത് ഈ സ്യൂഡോമോണസ്. ഇത് നിങ്ങൾക്ക് ഇതിന് കിട്ടും. വെർമിക്കലേറ്റ് ഇട്ടിട്ടാണെങ്കിൽ ആ സ്യൂഡോമോണസിന്റെ കളർ വേറെ ആയിരിക്കും. അപ്പോൾ അത് നമ്മളെ കാണുന്ന ആ ഒരു ഇത് ചോക്ക് പൊടിയാണ്, അതാണ് വെള്ളം. ഓക്കെ, ഞാനത് എടുത്തിട്ടുണ്ട്. വിത്തുകളിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരുപാട് ലൂസാകാതെ ഇതുപോലെ കുഴമ്പ് ഒരു ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 6 മണിക്കൂർ വരെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, നല്ല എഫക്റ്റീവ് ആയിരിക്കും. അതിനുശേഷം നമുക്ക് വിത്തുകൾ ആകാം. നമ്മൾ കുറച്ച് 2 പച്ചമുളകിൻ്റെ തൈയൊക്കെ വാങ്ങിച്ചായിരുന്നു, അതൊന്ന് വെക്കണം.